ഹലോ. അപ്പോൾ ഒരു കാര്യം പറയാൻ വന്നതാട്ടോ. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പൊങ്കാലിട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, വെറൈറ്റി മീഡിയയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടല്ലോ. അപ്പോൾ അത് പൊങ്കാലിടാനുള്ള വകുപ്പ് തന്നെയാണ്. ഒരുത്തം വന്നിട്ടിരുന്ന് പറയുകയാണ്, ഞാനിങ്ങനെ ജനലിന് കല്ലെറിയാറുണ്ട്, പിന്നെ ഓട് വിളക്കി മാറ്റിയിട്ട് കുളിസിയും കാണാൻ പോകാറുണ്ട് എന്നൊക്കെ. ഒരു ക്രിമിനൽ ഒഫൻസിനെയാണ് ഇവൻ വന്നിരുന്നിട്ട് ഈ പറയണത്. അപ്പം ഇത് കേൾക്കുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സ്ത്രീ ആയിട്ടുള്ള ആങ്കർ ആളാണെങ്കിൽ വാക്കുകൾ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം. വാക്ക് കിട്ടാതായപ്പോൾ ക്യൂരിയോസിറ്റി തോര കാണാനുള്ള തോര കാരണം എന്നിട്ട് അവന് വാക്കുകൾ കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ചിരിച്ച് മറിയാണ് ചെയ്യണത്. അപ്പം ഇവരുടെ വീഡിയോ ഒക്കെ വഴി ഒരുപാട് പിള്ളേർ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. പിള്ളേരൊക്കെ വിചാരം ഇതിൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ ആ ലൈഫാണ് ലൈഫ് എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. 18 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒളിച്ചോടി പോയി കല്യാണം കഴിക്കുന്ന ആ പിള്ളേരുണ്ടല്ലോ, അങ്ങനെ അവരെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ 10 വയസ്സായാലും 11 വയസ്സൊക്കെ ആയാലും അങ്ങനത്തെ ഉള്ള പിള്ളേരെ ഇത് നന്നായിട്ട് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. അവരുടെ ജീവിതം ഇങ്ങനെയാണ്, ഇതാണ് ലൈഫ് എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അതുപോലെ ഇൻഫ്ലുവൻസ് ആവുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ആങ്കറാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇതുപോലെ വേറെ 2 സംഭവം ഉണ്ടായിരുന്നു. ഒരു കുട്ടിയുടെ അനിയത്തിനെ ബസ്സിൽ വെച്ചിട്ട് ഒരാൾ ഇങ്ങനെ എന്താ പറയുക മോശമായിട്ടുള്ള രീതിയിൽ ചെയ്ത, അപ്പോൾ ആ കുട്ടി പ്രതികരിച്ചു, വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി പ്രതികരിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പം തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ട്രെയിനിൽ വെച്ചിട്ട് കുട്ടീനെ അങ്ങനെ ഉപദ്രവിച്ചു. അപ്പോൾ ആ കുട്ടി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്തു, സാർ പിടിച്ചു കൊണ്ടുപോയി. അപ്പോൾ അവിടെയും പ്രതികരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതുപോലെ കറക്റ്റായിട്ട് ഒരാളൊരു കാര്യം വന്ന് പറഞ്ഞപ്പോൾ അത് ഇരുന്ന് ചിരിച്ചു മറിയുന്നു. എന്താണ് ഇവർ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ നമ്മുടെ വളർന്നു വരുന്ന തലമുറേനെ എങ്ങനെയാണ് ഇവർ ഇതാക്കണത്? ഇതൊക്കെ കണ്ടിട്ടാണ് ഒരുപാട് പേര് പഠിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവർ വിചാരം എന്താ, ഈ ഒളിച്ചുനോട്ടം അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്രിമിനൽ ഒഫൻസ് ഒക്കെ എന്താ പറയുക നിസ്സാരമാണ് എന്നുള്ള രീതിയിലല്ലേ ഇവരൊരു മെസ്സേജ് കൊടുക്കുന്നത് നമ്മുടെ സമൂഹത്തിന്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം?